ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രത്യേകമായി അല്ലാഹു തആല സ്ഥാനം നൽകി ആദരിച്ചു. പ്രത്യേകമായി അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു, ദുനിയാവിലും നാളെ പരലോകത്തും. അല്ലാഹു പറയുകയാണ്, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വന്തത്തെ മൂഢമാക്കിയവനല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുമോ? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ. അദ്ദേഹത്തെ നാം ദുനിയാവിൽ തെരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അദ്ദേഹം ആഖിറത്തിൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യും. സൂറത്തുൽ ബഖറയിലെ 130-ാമത്തെ ആയത്താണ്. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന. അദ്ദേഹത്തിന് നാം ദുനിയാവിൽ നന്മ നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് സൂറത്തുൻ നഹ്ലിന്റെ 122-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.